വിവോയുടെ വിവോ പാഡ് 5 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ പാഡ് 5 Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ടാബിൽ 13 ഇഞ്ചിൻ്റെ 3.1K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 3096x2064 ആണ്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 29,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ ഓക്കെയാണ്. അമോലെഡ് ഡിസ്പ്ലേ പൊതുവേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബുകളിൽ കാണാറില്ല. അപ്പോൾ ഫോണുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ ഓക്കെയാണ്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നോർമൽ SDR കണ്ടൻസ് HDRലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 578 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.96 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ വിവോ പെൻസിൽ 3യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് കീബോർഡ് 5 Proയുടെ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം എക്സ്റ്റേണൽ കീബോർഡൊക്കെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9400 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. ഇത് MediaTekൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഇപ്പം 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 128 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR5Xൻ്റെ റാമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 128 GB ഇൻറ്റേർണൽ വെർഷനിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. പക്ഷേ മറ്റ് വെർഷൻസിൽ UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ടാബ് പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് ഡിസിപ്പേഷൻ സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. Android 15 ബേസ് ആയിട്ടുള്ള ഒറിജിൻ OS 5 HD സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ഒരു ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. ഇപ്പോൾ ഫോണുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അതുകൊണ്ട് ഈ ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 12,050 mAhൻ്റെ ബാറ്ററിയാണ് ഈ ടാബിൽ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2,549 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 29,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ ഈ ടാബിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പം അതിലും കൂടാനും ചാൻസ് ഉണ്ട്. 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയും എത്തിയേക്കാം. എന്തായാലും വിവോയുടെ വിവോ പാഡ് 5 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.